വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ മർദ്ദനം അടക്കമുള്ള പോലീസ് അതിക്രമങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കും. സൂര്യഗായത്രി തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സൂര്യ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു രാഷ്ട്രീയ ആയുധമാക്കുമോ എന്നുള്ളത് നാളെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനേക്കാളും പ്രാധാന്യമുള്ള അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ UDF-ന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ സമരങ്ങളിലേക്ക് തന്നെ ഇറങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരായ ഈ മർദ്ദനം എന്നുള്ള കാര്യമുണ്ട്. മറ്റെന്തൊക്കെയായിരിക്കും സഭയിൽ വിഷയമാകാൻ പോകുന്നത്? സഭ പ്രക്ഷുബ്ധമാകാനാണോ നിലവിലെ വിഷയങ്ങൾ വെച്ച് സാധ്യത കൂടുതൽ? കാളിദാസ്, 15ാം നിയമസഭയുടെ 14ാം സമ്മേളനമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുക. ഇത്തവണ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ്. അതിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും കോൺഗ്രസ് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. പൊതുജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നിയമസഭയിൽ പങ്കെടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് UDF കൺവീനർ ഉൾപ്പെടെ പറയുന്നത്. പക്ഷെ അപ്പോഴും മാൻകൂട്ടത്തിൽ വരുമ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ തുടർന്ന് രാഹുലിനെ സംരക്ഷിച്ചു നിർത്തുമോ എന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായിട്ടുള്ള മറുപടി കോൺഗ്രസ് പറഞ്ഞിട്ടുമില്ല. അതേസമയം തങ്ങളുടെ പക്ഷത്ത് മുകേഷ് ഉൾപ്പെടെ ആരോപണ വിധേയരായിട്ടുള്ള മുകേഷ് ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് CPM മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒരുങ്ങുമോ എന്ന കാര്യവും നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇത്തവണ സഭ തുടങ്ങുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിന് ഇതുവരെയും കൃത്യമായിട്ടുള്ളൊരു മറുപടിയോ പ്രതികരണമോ രാഹുലിന്റെ ഭാഗത്തുനിന്ന് അടക്കം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുക അത് രാഹുലിന് തന്നെയായിരിക്കും. രാഹുൽ ഇപ്പോഴും വീട്ടിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മറ്റൊന്ന്, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന്റെ പക്കൽ ഇത്തവണ ആയുധങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ പോലീസ് അതിക്രമങ്ങളാണ് ഏറ്റവും പ്രധാന ആയുധം ആക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് പൊതുപ്രവർത്തകർക്കൊക്കെ നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ, ആക്രമണങ്ങൾ, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതുവരെയും വരാത്തതും ഒക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരുപക്ഷെ സഭയിൽ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം മുഖ്യമന്ത്രിക്ക് നൽകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതിനെ വലിയ വിഷയമാക്കി സഭയിൽ കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം. അതുപോലെ തന്നെ തൃശ്ശൂരിൽ സർക്കാരിന് പുറത്തു വന്ന ഓഡിയോ സന്ദേശമൊക്കെ തന്നെ സർക്കാരിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി തീർത്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയും കോൺഗ്രസ് നേതാവിന്റെ മകൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ശ്രമം നടത്തിയതുമൊക്കെ തന്നെ കോൺഗ്രസിനെതിരെയുള്ള ആയുധമായിട്ട് മറുപക്ഷത്തു നിന്നും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഇത്തവണ മറ്റ് പല പ്രധാനപ്പെട്ട വിഷയങ്ങളും സഭയിൽ ചർച്ചയാകും. ബില്ലുകൾ അവതരിപ്പിക്കുന്നുണ്ട്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്ന വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ച കരട് ബില്ലിന് കേരള മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വിശദമായ ചർച്ചകളും പഠനങ്ങൾക്കുമൊക്കെ കൂടിയാലോചനകൾക്കുമൊക്കെ ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ ഭേദഗതി ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റൊന്ന്, സെപ്റ്റംബർ 16, 17, 18 തീയതികളിൽ ചേരുന്ന സഭാ സമ്മേളനത്തിലാകും ഈ ബില്ലുകളൊക്കെ തന്നെ അവതരിപ്പിക്കുക. ഡിജിറ്റൽ KTU സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്കിടെ VC നിയമനത്തിന് മുഖ്യമന്ത്രിക്ക് കൂടുതൽ അധികാരം നൽകുന്ന സർവകലാശാല ഭേദഗതി ബില്ലും ഈ സഭാ സമ്മേളന കാലയളവിൽ പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൂടാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ വന്യജീവി നിയമ ഭേദഗതി വലിയ സ്വാധീനം ചെലുത്തുമെന്ന സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബില്ലൊക്കെ തന്നെ ചർച്ചയ്ക്ക് വെക്കാൻ പോകുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ഉപധന അഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലുകൾ അത് സെപ്റ്റംബർ 18, ഒക്ടോബർ 6 തീയതികളിൽ പരിഗണിക്കുമെന്നുള്ളതാണ് നിയമസഭാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കടുത്ത രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ചയാകും. സഭ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. അത്
അതെ രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൂടാതെ ഈ ഞാൻ പറഞ്ഞതുപോലെ സർവകലാശാല ബില്ല്, അതുപോലെ തന്നെ വനം വന്യജീവിയിലെ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനങ്ങളുടെ ചർച്ചകൾ, ഉള്ള സുപ്രധാന കാര്യങ്ങളും ഇത്തവണ സഭാ സമ്മേളനത്തിൽ അജണ്ടകളായിട്ട് വരും. ഒക്ടോബർ 10-നാണ് നിയമസഭാ സമ്മേളനം പിരിയുക. സൂര്യ, നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിലേക്ക് വരാൻ തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ, ആയുധമാക്കാൻ ഇത്രത്തോളം വിഷയങ്ങൾ ഉള്ള നിലയ്ക്ക് ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തീർച്ചയായും എടുത്തിടും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല അല്ലേ? തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് ാണ് രാഹുലിന്റെ സ്ഥാനം എന്നുള്ളത് ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരിപ്പിടം അത് പ്രത്യേക ബ്ലോക്കിലായിരിക്കും. PV അൻവറൊക്കെ കഴിഞ്ഞ സഭാ സമ്മേളനത്തിലൊക്കെ തന്നെ ഇരുന്നിരുന്ന സ്ഥാനത്ത്, അതിനു മുമ്പ് ഈ MLA ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം ഇരുന്നിരുന്ന സ്ഥലത്തായിരിക്കും രാഹുലിനും ഇത്തവണ ഇരിക്കാൻ സാധിക്കുക. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന മാങ്കൂട്ടത്തിന്റെ ഇരിപ്പിടം തിങ്കളാഴ്ച ചേരുന്ന സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനാൽ രാഹുൽ സഭയിലെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായിരിക്കില്ല. അതുകൂടാതെ ഈ കാര്യത്തിൽ പിന്നെ ഇനി സ്പീക്കറാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. കോൺഗ്രസ് അംഗങ്ങൾക്ക് സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുന്ന സമയവും ചട്ടപ്രകാരം രാഹുലിന് ലഭിക്കില്ല എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 10 വരെ 12 ദിവസത്തേക്കാണ് നിയമസഭാ സമ്മേളനത്തിൽ ചേരുക. രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. രാഹുൽ തന്നെയും പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇതുവരെയും മറ്റ് ഔദ്യോഗിക പരിപാടികളിലേക്കൊന്നും രാഹുൽ പങ്കെടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിയമസഭയിൽ എത്തുന്ന ഘട്ടത്തിൽ രാഹുൽ തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രാഹുലിന് അങ്ങനെ സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് UDF കൺവീനർ ഉൾപ്പെടെയുള്ളവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും രാഹുൽ സഭയിൽ എത്തുകയാണെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാഹുൽ എത്താനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവായിട്ടാണ് പറയേണ്ടത്. എന്തായാലും അതൊക്കെ തന്നെ തിങ്കളാഴ്ച കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് വലിയ വിഷയങ്ങൾ, വലിയ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ, ചർച്ചകൾ, തർക്കങ്ങളൊക്കെ തന്നെ ഇത്തവണ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകതയും. ശരി സൂര്യകായത്ത്.